അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരുത്താൻ പറ്റത്തില്ലെന്നേ. നയങ്ങളെ സമീപനങ്ങളെയൊക്കെ തിരുത്താം. അത് കാർഷിക നിയമം നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ അതുപോലുള്ള നിയമനിർമ്മാണങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഓക്കെ. ഇത് പാർട്ടിക്ക് UDF വോട്ട് ചെയ്തത്. ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞു ഇന്നയാൾ മുഖ്യമന്ത്രിയാകും? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ഇതിനകത്ത് യോഗ്യരായ ഒരുപാട് പേരുണ്ടെന്നേ, ഈ 3 പേര് മാത്രമല്ലല്ലോ. ഞാൻ പല ചർച്ചയിലും പറഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കുക, സീനിയോറിറ്റി മാനദണ്ഡമാണെങ്കിൽ, ഭരണപരിചയം മാനദണ്ഡമാണെങ്കിൽ, കൂടുതൽ വകുപ്പ് കൈകാര്യം ചെയ്ത മാനദണ്ഡമാണെങ്കിൽ, രാഷ്ട്രീയത്തിലെ സ്ഥാനമാനങ്ങൾ, KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, KPC അച്ചടക്ക സമിതി ചെയർമാൻ, ആഭ്യന്തരമന്ത്രി, റവന്യൂ മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ച ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്താ പറയാത്തത്? അവന് പേര് പോലും പറയാത്തതിൻ്റെ കാര്യം, അയാൾ കാശ് മുടക്കുന്നില്ല, ഏജൻസികൾക്ക് വെച്ച് ബ്രാൻഡ് ചെയ്യുന്നില്ല, PR വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ലൈവായി ഓടി കേരളം മുഴുവൻ അദ്ദേഹം ഓടുന്നില്ല. അപ്പം അദ്ദേഹം ഓടാതെ തന്നെ നമ്മൾ വിളിച്ചു കൊടുക്കേണ്ടതാണ്.